പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ വർഷത്തെ +1 ഏകജാലക സംവിധാനം ഏറെക്കുറെ അവസാനിച്ച നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ട കോഴ്സുകളിലും ഇഷ്ടപ്പെട്ട സ്കൂളുകളിലും കോമ്പിനേഷനിലൊക്കെ എത്തിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പല കുട്ടികളും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചത്. പല രീതിയിലുള്ള കോഴ്സുകളാണ് അവർ സ്വപ്നം കാണുന്നത്. അംബീഷൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പലപ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ്. ഇപ്പോൾ ടീച്ചിങ് എന്നുള്ളത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സാമൂഹിക ആദരം കിട്ടുന്നതും വളരെയധികം നമുക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല, കുട്ടികളോടും രക്ഷിതാക്കളോടും സമൂഹത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് നല്ലൊരു അവസരം കിട്ടുന്ന ജോലി തന്നെയാണ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ പലപ്പോഴും നമ്മളതിൻ്റെ വിശാലത മനസ്സിലാക്കാറില്ല. എവിടെയൊക്കെ ഒരു ടീച്ചർ ഏതൊക്കെ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും? ഇപ്പോൾ പ്രീ പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ LP സ്കൂളിൽ ജോലി ചെയ്യാം, UP സ്കൂളിലുണ്ട്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, യൂണിവേഴ്സിറ്റീസ്, കൂടാതെ ആർമിയിലും ഇന്ത്യൻ ആർമിയിലും ടീച്ചിങ്ങിൽ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് വലിയ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചുരുക്കി ടീച്ചിങ്ങിൻ്റെ ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് പോകരുത്. അതിന് വിശാലമായ അർത്ഥത്തിൽ ടീച്ചിങ്ങിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങൾ പഠനം ആരംഭിക്കും. +2 ശേഷം കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ട്രെയിനിങ് കോഴ്സുകളാണ് PPTTC എന്ന് പറയാം, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. +2 ശേഷം ഈ കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പ്രീ പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ DL.Ed എടുക്കുന്ന കുട്ടികൾക്ക്, പണ്ട് ഇത് TTC ആയിരുന്നു, D.Ed ആയിട്ട് മാറി, ഇപ്പോൾ DL.Ed എന്ന് പറയാം, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. 2 വർഷ കോഴ്സാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇനി ഹൈസ്കൂൾ വിഭാഗത്തിൽ പോകണമെങ്കിലും ഡിഗ്രി എടുക്കണം. +2 ശേഷം നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിൽ ഡിഗ്രി എടുക്കുന്നു. ഡിഗ്രി എടുത്ത് 2 വർഷത്തെ B.Ed കോഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ കേട്ടറ്റ് എന്ന് പറയുന്ന ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കൂടെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. നിങ്ങൾ കേട്ടറ്റ് കൂടെ ക്വാളിഫൈ ചെയ്യുന്നു. പിന്നീട് ഹയർ സെക്കൻഡറി തലത്തിൽ അധ്യാപക ജോലി വളരെയധികം റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഹയർ സെക്കൻഡറി അധ്യാപനം. ഇന്ന് ഒരുപാട് അവസരങ്ങൾ ഹയർ സെക്കൻഡറി മേഖലയിലുണ്ട്. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ? ഡിഗ്രി കഴിയണം, ഡിഗ്രിക്ക് ശേഷം ആ വിഷയത്തിൽ നമ്മൾ PG കഴിയണം, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, പിന്നെ B.Ed വേണം, 2 വർഷം B.Ed നമ്മൾ പൂർത്തീകരിക്കണം, കൂടാതെ സെറ്റ് നമ്മൾ പാസ്സാവും, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇനി കോളേജ് തലത്തിലേക്ക് പോകുമ്പോഴോ കോളേജിയേറ്റിന് നമ്മൾ ഡിഗ്രി, PG, നെറ്റ് ക്വാളിഫൈ ചെയ്യണം. കൂടാതെ അഡീഷണൽ ക്വാളിഫിക്കേഷനായി നമുക്ക് MPhil, അതുപോലെ തന്നെ PhD or M.Ed തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ ലെക്ചർമാരായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, കോളേജ് ഇതൊന്നും കൂടാതെ ഏറ്റവും കൂടുതൽ ജോലി സെക്യൂരിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ ജോലിയുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ B.Ed കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ PhD കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട് എന്നുകൂടെ മനസ്സിലാക്കും. നിങ്ങളെടുക്കുന്ന മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും നിങ്ങൾക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ ഇന്ത്യൻ ആർമിയിൽ അവസരമുണ്ട്. ഇനി ടീച്ചിങ് കഴിഞ്ഞാൽ പല കുട്ടികളുടെയും ആഗ്രഹം നിയമപഠനത്തെക്കുറിച്ചാണ്. നിയമപഠനത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിയമപഠനം കൊണ്ടും നമുക്ക് പല കമ്പനികളിലും അതുപോലെ തന്നെ കോടതികളിലും ഇന്ത്യൻ ആർമിയിലും നിയമപഠനത്തിൻ്റെ സാധ്യതകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. നിയമപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്പെഷ്യലൈസേഷൻസ് ആയിട്ടുള്ള ക്രിമിനൽ ലോ, സൈബർ ലോ, കോർപ്പറേറ്റ് ലോ, സിവിൽ ലോ, പാറ്റന്റ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ലേബർ ലോ, ടാക്സ് ലോ, എൻവയോൺമെൻറ്റൽ ലോ തുടങ്ങിയ വിവിധ തലങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നത് ജോലി സാധ്യത എളുപ്പമാക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ ദേശീയ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിലൂടെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി നടത്തുന്ന AILEH 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനുള്ള എൻട്രൻസ് എക്സാമാണ്. 70ഓളം പ്രൈവറ്റ് ലോ കോളേജുകൾ ഒരുമിച്ച് നടത്തുന്ന LSAT-ലൂടെയും കേരളത്തിലാണെങ്കിൽ CLE കേരള ലോ എൻട്രൻസ് എക്സാമിലൂടെ 3 ഇയർ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ലോ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഗവൺമെൻറ് ലോ കോളേജ് കാലിക്കറ്റ്, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, തിരുവനന്തപുരം, ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് MG യൂണിവേഴ്സിറ്റി, കേരള ലോ അക്കാഡമി ലോ കോളേജ് തിരുവനന്തപുരം, സെൻറ്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് ലോഗൻസ് റോഡ് തലശ്ശേരി. നിയമപഠനം പൂർത്തീകരിക്കുന്നവർക്ക്
സുപ്രീം കോടതി, ഹൈക്കോടതി, ഡിസ്ട്രിക്ട് ജഡ്ജസ്, മജിസ്ട്രേറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ഓപ്പർച്യൂണിറ്റി ലാബ് ഇൻ ആർമി, നേവി, എയർഫോഴ്സ്, ബാങ്ക്സ്, റെയിൽവേ, കമ്പനീസ്, NGOs തുടങ്ങിയ വിവിധ തലങ്ങളിൽ ജോലി നേടാവുന്നതാണ്. ഇതിൽ ഇന്ത്യൻ ആർമിയിലെ ജാക്ക്, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പോസ്റ്റിലേക്കും LLB ആണ് യോഗ്യത. ഓക്കെ, ഇന്ന് മീഡിയ തരംഗം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ ആയി കഴിഞ്ഞാലും വിഷ്വൽ മീഡിയ ആയി കഴിഞ്ഞാലും മീഡിയ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ജേർണലിസം കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ മീഡിയ രംഗത്തേക്ക് എങ്ങനെ പ്രവേശിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, ഇനി നമ്മൾ പരിശോധിക്കുന്നത് ജേർണലിസം കോഴ്സ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ചില പേഴ്സണൽ ട്രേറ്റ്സുകളാണ് റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സ്കിൽ, സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, observation, analytical ability and writing skill, flexibility, versatility and adaptability, interviewing people skill. ജേർണലിസം എന്ന് പറയുമ്പോൾ പ്രിന്റ് ജേർണലിസം, ഫോട്ടോ ജേർണലിസം, റേഡിയോ ജേർണലിസം ആൻഡ് പ്രൊഡക്ഷൻ, ടെലിവിഷൻ ജേർണലിസം ആൻഡ് പ്രൊഡക്ഷൻ, ഫിലിംസ് ജേർണലിസം ആൻഡ് പ്രൊഡക്ഷൻ, ഓൺലൈൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസ്മെൻറ്റ് എന്നീ സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ജേർണലിസത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡൽഹി. ഇതിൻ്റെ പ്രധാന ബ്രാഞ്ചുകൾ ഒറീസ, മഹാരാഷ്ട്ര, മിസോറാം, ജമ്മു ആൻഡ് കാശ്മീർ. കേരളത്തിലാണെങ്കിൽ കോട്ടയത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന് ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പല കുട്ടികളുടെയും താല്പര്യമാണ് സോഷ്യൽ വർക്ക്. ഇപ്പോൾ BSW, MSW കോഴ്സുകൾ എങ്ങനെയാണ്? BSW കോഴ്സുകൾ എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ? BSW, MSW കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? എവിടെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. BSW ഓർ MSW പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ സോഷ്യൽ വർക്കർ, ഇൻടേക്ക് കൗൺസിലർ, ജുവനൈൽ കറക്ഷൻ വർക്കർ, മെഡിക്കൽ ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കർ, നഴ്സിംഗ് ഹോം സൂപ്പർവൈസർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, റിസർച്ചർ, സ്കൂൾ കൗൺസിലർ, ജെറന്റോളജി സ്പെഷ്യലിസ്റ്റ്, ചൈൽഡ് വെൽഫെയർ വർക്കർ, ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ, കമ്മ്യൂണിറ്റി ഓർഗനൈസർ ലീഡർ, കൗൺസിലർ, ക്രിമിനൽ ജസ്റ്റിസ്, ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഒക്കുപേഷണൽ സോഷ്യൽ വർക്കർ തുടങ്ങിയ മേഖലയിൽ ജോലി സാധ്യതകൾ ഉണ്ട്. സോഷ്യൽ വർക്കിൻ്റെ ദേശീയതല സ്ഥാപനങ്ങളാണ് റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗൾ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളത് പല കുട്ടികളുടെയും ആംബിഷനാണ്. അപ്പോൾ BA സൈക്കോളജി ഉണ്ട്, BSc സൈക്കോളജി ഉണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ സാധ്യതകളുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ആവാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കാം. സൈക്കോളജി പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, ടീച്ചിങ് ട്രെയിനർ, സൈക്കോതെറാപ്പിസ്റ്റ്, ലൈഫ് സ്കിൽ ട്രെയിനർ, കരിയർ ഗൈഡൻസ്, ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ക്രിമിനോളജിസ്റ്റ്, വൊക്കേഷണൽ സൈക്കോളജിസ്റ്റ്, സ്കൂൾ സൈക്കോളജിസ്റ്റ്, മിലിറ്ററി സൈക്കോളജിസ്റ്റ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷൻ ഓഫ് ഡിഫറൻ്റലി ഏബിൾഡ്. കൂടാതെ സൈക്കോളജിയിലെ റയർ സ്പെഷ്യലൈസേഷൻസ് ആണ് ക്രിമിനോളജി, ഫോറൻസിക് സൈക്കോളജി, സൈക്കോ ഓങ്കോളജി, പീസ് സൈക്കോളജി, ഏവിയേഷൻ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ബിഹേവിയർ ജെനറ്റിക്സ് തുടങ്ങിയ വിവിധങ്ങളായ മേഖലകൾ സൈക്കോളജിയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഭാഷാ പഠനം, പ്രത്യേകിച്ചും ലാംഗ്വേജ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരുപാട് അവസരങ്ങളുടെ മേഖലയാണ് ഇന്ന് ഭാഷാ പഠനം. IFLU എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി പോലും ഇന്ന് ഇന്ത്യയിലുണ്ട്. ഭാഷാ പഠനത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, അതിന്റെ സാധ്യതകളെയാണ് ഇനി നമ്മൾ വിലയിരുത്തുന്നത്. ഭാഷാ പഠനത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാ പഠന കേന്ദ്രമായ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻറ്ററായിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഭാഷാ പഠനത്തിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാനീസ്, റഷ്യൻ, സ്പാനിഷ്, ഹിന്ദി, അറബിക് കൂടാതെ ജേർണലിസം, അതുപോലെ തന്നെ ബാച്ചുലർ ഡിഗ്രികൾ, ഡിപ്ലോമ കോഴ്സസ്, BEd തുടങ്ങിയ വിവിധ കോഴ്സുകൾ ഉണ്ട് എന്നതുകൂടെ മനസ്സിലാക്കുക. ഭാഷാ പഠനം പൂർത്തീകരിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന പ്രധാന മേഖലകളാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എംബസികൾ, കൾച്ചറൽ ഓർഗനൈസേഷൻസ്, കോർപ്പറേറ്റ് ഹൗസസ്, ട്രാവൽ ആൻഡ് ടൂറിസം, എക്സ്പോർട്ട് ഹൗസസ്, പബ്ലിഷിംഗ് ഹൗസസ്, പ്രിന്റിംഗ് യൂണിറ്റ്സ്, പ്രിന്റ് ആൻഡ് ഓൺലൈൻ തുടങ്ങിയ മേഖലകൾ. ഡിസൈനിങ്,
മാനവിക വിഷയങ്ങൾ എടുക്കുന്ന കുട്ടികൾക്കും ഡിസൈനിൽ അഭിരുചി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനങ്ങളായിട്ടുള്ള IIT-കളിൽ പോലും ഡിസൈൻ കോഴ്സ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഡിസൈൻ കോഴ്സിന് പ്രവേശിക്കുക, എന്തൊക്കെയാണ് ഡിസൈൻ കഴിഞ്ഞുള്ള സാധ്യതകൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾക്കും ഡിസൈനിങ് മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്, ഓട്ടോമൊബൈൽ ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, മോഷൻ ഗ്രാഫിക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, പ്രൊഡക്ഷൻ ഡിസൈനിങ്, ഗെയിം ഡിസൈനിങ് തുടങ്ങിയ വിവിധങ്ങളായ മേഖലകൾ ഡിസൈൻ രംഗത്തുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് അതുപോലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ IIT-കളിലും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഡിസൈൻ കോഴ്സുകൾ ചെയ്യാം. അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ UCET ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് IIT ബോംബെ, IIT ഗുവാഹത്തി, IIT ഹൈദരാബാദ്, IIITDM ജബൽപൂർ തുടങ്ങിയ IIT-കളിൽ 4 വർഷത്തെ ഡിസൈൻ കോഴ്സിനുള്ള അഡ്മിഷൻ നേടാവുന്നതാണ്. കേരളത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററുകൾ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം മേഖലകളിലുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. കൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളത്തിൽ കണ്ണൂരാണ് അതിൻ്റെ സെൻറ്റർ. നിഫ്റ്റിൻ്റെ 15 സെൻറ്റേഴ്സുകളിലേക്കും ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ഇൻ ഫാഷൻ ഡിസൈനിങ്, ലെതർ ഡിസൈനിങ്, ആക്സസറി ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, നിറ്റ്വെയർ ഡിസൈനിങ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, അപ്പാരൽ പ്രോഡക്ട്സ് തുടങ്ങിയ കോഴ്സുകൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. ഡിസൈനിങ് കോഴ്സുകൾ പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന മേഖലകളാണ് അഡ്വർടൈസിംഗ് ഏജൻസീസ്, ലാർജ് പ്രിന്റ് ഹൗസസ്, ബ്രാൻഡ് ഏജൻസീസ്, ബുക്ക് ആൻഡ് മാഗസിൻ ആൻഡ് ന്യൂസ് പേപ്പർ പബ്ലിഷേഴ്സ്, മൾട്ടിമീഡിയ കമ്പനീസ്, ടെലിവിഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനീസ്, പാക്കേജിംഗ് ഇൻഡസ്ട്രീസ്, സ്റ്റുഡിയോ ആൻഡ് കൺസൾട്ടൻസി, വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വിവിധ മേഖലകൾ. ഡിസൈനിങ് താല്പര്യമുള്ള കുട്ടികൾക്ക് വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിപ്ലോമ കോഴ്സുകൾ വഴിയും ജോലി സാധ്യതകളുണ്ട്. ആർക്കിയോളജി, പ്രത്യേകിച്ചും ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ സ്ഥാപനത്തിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് അപ്പോൾ എങ്ങനെയാണ് ആർക്കിയോളജിയിലേക്ക് പ്രവേശിക്കുന്നത്, ഹിസ്റ്ററിയുടെ മറ്റു സാധ്യതകൾ എന്താ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഹിസ്റ്ററി വിഷയത്തിൽ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ആർക്കിയോളജിസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിനു പുറമെ ആർക്കിയോളജിസ്റ്റ്, ആന്ത്രപ്പോളജിസ്റ്റ്, ബയോഗ്രഫർ, സിവിൽ സർവീസ് മേഖലകളിലും കൗൺസിലിംഗ്, ഡെമോഗ്രഫി, ഹിസ്റ്റോറിയൻ, ജേർണലിസം, ടൂർ ഗൈഡ് തുടങ്ങിയ മേഖലകളിലും ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങളുണ്ട്. സോഷ്യോളജി, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സോഷ്യോളജിസ്റ്റ് എങ്ങനെയാവും, സോഷ്യോളജി വിഷയത്തിൻ്റെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ്, സോഷ്യോളജി പഠിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. സാമൂഹിക മാറ്റങ്ങളും സമൂഹശാസ്ത്രത്തിലും താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് സോഷ്യോളജി സബ്ജക്റ്റിനാണ്. സോഷ്യോളജി വിഷയം പഠിക്കുന്നതിലൂടെ ലേബർ ഓഫീസർ ഇൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിലേഷൻ ഓഫീസേഴ്സ്, പേഴ്സണൽ ഓഫീസേഴ്സ്, എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, പ്രൊബേഷൻ ഓഫീസേഴ്സ്, കൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, ലോ കോളേജസ്, നഴ്സിംഗ് കോളേജസ്, IITs, NITs തുടങ്ങിയ മേഖലകളിലും അവസരങ്ങളുണ്ട്. കൂടാതെ ജുവനൈൽ ഹോംസ്, സോഷ്യൽ വർക്കേഴ്സ് ഇൻ മെഡിക്കൽ കോളേജസ്, സോഷ്യൽ വർക്കേഴ്സ് ഇൻ റിഫോർമേറ്ററി സ്കൂൾസ്, വെൽഫെയർ ഓഫീസേഴ്സ് ഇൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ ഇൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ ഇൻ ITD പ്രോജക്ട്സ്, പ്ലാനിംഗ് ഓഫീസേഴ്സ് ഇൻ മെഡിക്കൽ കോളേജസ്, സോഷ്യൽ വെൽഫെയർ ഓഫീസേഴ്സ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, സോഷ്യോളജി ടീച്ചേഴ്സ് ഇൻ ഇന്ത്യൻ ആർമി, ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ, നെഹ്റു യുവകേന്ദ്ര പോലത്തെ സ്ഥാപനങ്ങളിലും സോഷ്യോളജി കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. സോഷ്യോളജിയുടെ പ്രധാന ബ്രാഞ്ചുകളായിട്ടുള്ള സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ഡെമോഗ്രഫി, സോഷ്യൽ ആന്ത്രപ്പോളജി, സോഷ്യോളജി ഓഫ് മൂവ്മെൻറ്റ്, സോഷ്യോളജി ഓഫ് റിലിജൻ, പൊളിറ്റിക്കൽ സോഷ്യോളജി, റൂറൽ സോഷ്യോളജി, അർബൻ സോഷ്യോളജി, സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് മോഡേണൈസേഷൻ, സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി ഓഫ് ടൂറിസം, മെഡിക്കൽ സോഷ്യോളജി തുടങ്ങിയ മേഖലകളിലും ജോലി സാധ്യതകൾ ഏറെ ഉണ്ട്. നമുക്കറിയാം, കേരളം 2-3 വർഷങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ കൊറോണ എന്ന് പറയുന്ന മഹാമാരി, ഇവിടെയൊക്കെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പ്രകൃതി ദുരന്തങ്ങൾ ഉള്ള സേനയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് സാധ്യതകൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതെങ്ങനെയാണ് അതിൻ്റെ കോഴ്സുകൾ, അതിൻ്റെ സാധ്യതകൾ എന്താ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സുകൾ ജോലി സാധ്യതയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, റെഡ് ക്രോസ്, യുനെസ്കോ തുടങ്ങിയ വോളണ്ടറി ഓർഗനൈസേഷനിൽ ജോലി സാധ്യതകൾ ഉള്ളതാണ് ഈ കോഴ്സ്.
പ്രധാനമായിട്ടും എമർജൻസി പ്ലാനിംഗ് പ്രൊസീജിയർ, ഹസാർഡ്, റിസ്ക് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ലോ ആൻഡ് മാനേജ്മെന്റ് ഫണ്ടമെന്റൽസ്, political, international and social issues, role of key agencies, relief coordination and planning, disaster theory, statistics and logistics, earth catastrophe, fire and explosion, physical, psychological and social reconstruction of disaster affected communities തുടങ്ങിയതാണ് ഇതിലെ പ്രധാന കണ്ടന്റ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് പുറകോട്ട് പോയെങ്കിലും ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് നിങ്ങൾക്ക് ഒരുപാട് തലത്തിൽ തിളങ്ങാനുള്ള അവസരമുണ്ട്. എന്തായാലും എങ്ങനെയാണ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ എന്നുള്ളത് പരിശോധിക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് ടൂറിസം കോഴ്സുകളെ പറ്റി പറയുമ്പോൾ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസ്, ഹോട്ടൽ മാനേജ്മെന്റ്, വെൽക്കമിംഗ് ആൻഡ് റിസപ്ഷൻ സർവീസസ്, പ്രിപ്പയറിംഗ് ആൻഡ് മോണിറ്ററിംഗ് ബഡ്ജറ്റ്സ്, receiving and processing reservations, developing and implementing operational plans and marketing strategies, managing financial operations and physical assets, recruiting, selecting, training and monitoring of staff, corporate hospitality, hospitality events business, conference and meetings, international hospitality തുടങ്ങിയ പ്രധാന കണ്ടന്റുകൾ ഉൾപ്പെടുന്നതാണ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. പ്രധാന ടൂറിസം ആൻഡ് ട്രാവൽ കോഴ്സുകളായിട്ടുള്ള BA ടൂറിസം സ്റ്റഡീസ്, ബാച്ചലർ ഓഫ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് BTHM, ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് BTTM, ടൂറിസം മാനേജ്മെൻറ്റ് BTM, ടൂറിസം സ്റ്റഡീസ് BTS, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് ഇന്ന് കൂടുതൽ നിലവിലുള്ളത്. കൂടാതെ ദേശീയ സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് ആയിട്ടുള്ള NCHM, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി JEE എക്സാമിലൂടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 50ഓളം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. നാം വസിക്കുന്ന ഭൂമിയെക്കുറിച്ച്, പ്രത്യേകിച്ചും ജോഗ്രഫി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോഗ്രഫിയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് BA ജോഗ്രഫി ചെയ്യാം. ജോഗ്രഫി കഴിഞ്ഞതിന് PGയിലേക്ക് പോകാം, മറ്റു തലങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ജോഗ്രഫി എടുത്ത കുട്ടികളുടെ സാധ്യത എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്കും ഭൂമിശാസ്ത്രപരമായ കെട്രോഗ്രാഫർ, കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ റിസർവർ, എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻറ്റ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓഫീസർ, പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സർവേയർ, ടീച്ചിങ്, ടൗൺ പ്ലാനിംഗ് മേഖലകളിലും ജോഗ്രഫി കോഴ്സ് പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് അവസരം ഏറെയാണ്. കൂടാതെ ഇൻ്റർനാഷണൽ എയ്ഡ് ഡെവലപ്മെൻറ്റ് വർക്കർ, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്, ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ മാനേജർ, മാർക്കറ്റ് റിസർച്ചർ, നേച്ചർ കൺസർവേഷൻ ഓഫീസർ, സസ്റ്റൈനബിലിറ്റി കൺസൾട്ടൻറ്റ് തുടങ്ങിയ മേഖലകളിലും ജോഗ്രഫിയിൽ പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളേറെയുണ്ട്. ഇക്കണോമിക്സിൽ കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, ഇക്കണോമിക് കൺസൾട്ടൻറ്റ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO, പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ സപ്ലൈ സർവേ ഓർഗനൈസേഷൻ, റിസർച്ച് ഓഫീസർ ഇൻ RBI, ബിസിനസ് മാനേജർ, ബാങ്ക് ഓഫീസർ, ഇൻഷുറൻസ് ഓഫീസർ, ടാക്സ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങളാണ് ഇക്കണോമിക്സിൽ പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ മാനേജ്മെന്റ് സ്റ്റഡീസിലും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും BBA, BBM തുടങ്ങിയ മാനേജ്മെന്റ് കോഴ്സുകൾ, അതിൻ്റെ MBA കോഴ്സുകൾ, ഇവയൊക്കെയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. എവിടെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, ഏതൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് പരിശോധിക്കാം. മാനേജ്മെന്റ് രംഗത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മാനേജ്മെന്റ് കോഴ്സുകളാണ് BBA, BBM, BBA ഏവിയേഷൻ, BBA എയറോനോട്ടിക്കൽ, BBA റീറ്റെയിൽ മാർക്കറ്റിംഗ്, BBA കസ്റ്റമർ കെയർ മാനേജ്മെന്റ്, BBA എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA ഓഫീസ് മാനേജ്മെന്റ്, BBA കാർഗോ മാനേജ്മെന്റ്, BBA സ്റ്റോർ മാനേജ്മെന്റ്, BBA മാൾ മാനേജ്മെന്റ്, BBA ലോജിസ്റ്റിക് തുടങ്ങിയ നിരവധി മാനേജ്മെന്റ് കോഴ്സുകൾക്കും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഏറെ അവസരങ്ങളുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CMA, CS തുടങ്ങിയ മേഖലകളിലേക്കും മാത്തമാറ്റിക്സ്, അക്കൗണ്ടൻസിയിൽ താല്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് പോകാനുള്ള അവസരമുണ്ട്. അത്തരം അഭിരുചിയുള്ള കുട്ടികൾക്ക് CA, CMA പോലത്തെ കോഴ്സുകൾ അതെങ്ങനെ, ഏതൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇത്തരം കോഴ്സുകൾക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് അഭികാമ്യം. CA, CMA 3 സ്റ്റേജുകളായി ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ, CS ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ്, ഫൈനൽ എന്നിങ്ങനെ 3 സ്റ്റേജുകളുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ നേരിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. +2 പാസ്സായ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതും ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളും
ഏതെങ്കിലും ഫോറിൻ ഭാഷകളും കൈകാര്യം ചെയ്യുന്നവർക്ക് മുൻഗണനയുള്ളതും എയർലൈൻസ് കമ്പനികൾ നിശ്ചയിച്ചിട്ടുള്ള ഏജ്, ശാരീരിക അളവുകൾ, മറ്റു ശാരീരിക ക്ഷമതകൾ ഉള്ളവർക്കുമാണ് എയർ ഹോസ്റ്റസിൻ്റെ ജോലി ലഭ്യമാകുന്നത്. ഇന്ത്യയിലെ പ്രധാന എയർ ഹോസ്റ്റസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ക്യാബിൻ ക്രൂ ആൻഡ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയാണ് യോഗ്യത. ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ അതുപോലെ തന്നെ ഫോറിൻ ഭാഷകളിലും ഫ്ലുവൻസി ആവശ്യമാണ്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളാണ് HSEE, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാം. IIT മദ്രാസിലെ BA MA ഇൻ്റഗ്രേറ്റഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനുള്ള എൻട്രൻസ് എക്സാമാണ് HSEE. അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിലേക്കുള്ള TISBAT, ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും റിസർച്ചും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ എൻട്രൻസിലൂടെ പ്രവേശനം നേടാവുന്നതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതും മുൻപ് പറഞ്ഞതുമായ എൻട്രൻസ് എക്സാമുകളെ ലിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനങ്ങൾക്കുള്ള എൻട്രൻസ് എക്സാമുകളായിട്ടുള്ള HSEE, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാം, NCHMCT, നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, CUCET, ഗേറ്റ്വേ ടു അഡ്മിഷൻ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, രാജ്യത്തെ ഉന്നതമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒറ്റ എക്സാമാണ് CUCET. JMI, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹി നടത്തുന്ന എൻട്രൻസ് എക്സാം. BHU, ബനാറസ് ഹിന്ദു സർവകലാശാലയിലേക്കുള്ള കോഴ്സുകൾക്കുള്ള എൻട്രൻസ്. IFLO, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാം. CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. CLE, കേരള LLB, കേരള സംസ്ഥാനത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് മറ്റു ലോ കോളേജുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസുകാർക്കും എഴുതാവുന്ന NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമി വിങ്ങിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് ഹ്യൂമാനിറ്റീസുകാർക്കും അവസരമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസൈനിങ് കോഴ്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് UCET, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം വഴി രാജ്യത്തെ ഉന്നത IIT-കളിൽ ഡിസൈൻ കോഴ്സുകൾക്കും ചേരാവുന്നതാണ്. ഇത്തരം എൻട്രൻസ് എക്സാമിലൂടെ പരമോന്നത സ്ഥാപനങ്ങളായിട്ടുള്ള കേന്ദ്ര സർവകലാശാലകളിലും മറ്റും ചേരുമ്പോൾ നമ്മുടെ സംസ്ഥാന സർവകലാശാലകളിലും കോളേജുകളിലും പഠിക്കുന്ന അതേ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഫീസിൽ കോഴ്സ് പൂർത്തീകരിക്കാനും രാജ്യത്തെ ഉന്നത നിലവാരമുള്ള ഫാക്കൽറ്റികളിൽ പോയി നമ്മുടെ സബ്ജക്റ്റുകളിൽ ഡിഗ്രി PG കോഴ്സുകൾ നേടാനുമുള്ള അവസരമുണ്ട്. മാത്രമല്ല ഇത്തരം സർവകലാശാലകളിൽ ചേരുമ്പോൾ ധാരാളം സ്കോളർഷിപ്പുകൾ നേടാനും പഠന ചെലവുകൾ സ്കോളർഷിപ്പിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു മുന്നറിവ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് +2 പഠിക്കുമ്പോൾ തന്നെ കറണ്ട് അഫേഴ്സ്, GK, 10th സ്റ്റാൻഡേർഡ് നിലവാരമുള്ള ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയവയിൽ അവയർനെസ് ഉണ്ടാക്കുകയും 18 വയസ്സാകുമ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമുള്ള പ്രത്യേകിച്ചും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെയുള്ള വൺ ടൈം രജിസ്ട്രേഷൻ നേടുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്താൽ +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പൊതു സർവൻ്റായിട്ട് ഒരു ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായിട്ടും നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ സിവിൽ സർവീസ്, UPSC നടത്തുന്ന മറ്റു പരീക്ഷകൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന 10th, +2 ഡിഗ്രി യോഗ്യതയുള്ള എക്സാമുകൾ, RRB, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന 4 ഗ്രേഡുള്ള 10ാം ക്ലാസ് മുതൽ അതല്ലെങ്കിൽ 10ാം ക്ലാസ്സോ ട്രേഡുകളോ ഉള്ള യോഗ്യതയുള്ളത് മുതൽ ഡിഗ്രി തലം വരെയുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ പരീക്ഷകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS, വിവിധ ബാങ്കുകളിലേക്ക് നടത്തുന്ന ബാങ്കിംഗ് അസിസ്റ്റൻ്റ് എക്സാമുകൾ, കേരള PSC നടത്തുന്ന വിവിധ തരം പരീക്ഷകൾ, 10ാം ക്ലാസ് യോഗ്യതയുള്ള LD ക്ലർക്ക് മുതൽ PhD യോഗ്യതയുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശീലനം തുടങ്ങാവുന്നതാണ്. കൂടാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള എക്സാമുകൾ ഡിഗ്രി യോഗ്യതയുള്ളതാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം, പോസ്റ്റൽ അസിസ്റ്റൻ്റ് എക്സാം, ഇന്ത്യൻ ആർമിയിലെ മൾട്ടി ടാസ്ക് എംപ്ലോയീസ് എന്ന് പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള ജോലി സാധ്യതയുള്ള പരീക്ഷകളും, കൂടാതെ +2 ഡിഗ്രി
തുടർന്ന് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ജോലികളിലേക്കും ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് തയ്യാറായി പത്രം വായിക്കുക, വാർത്തകൾ കേൾക്കുക, GK, കറണ്ട് അഫയേഴ്സ്, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലിയിൽ എത്തിച്ചേരാൻ കഴിയും എന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഉന്നത ജോലികൾ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ സ്റ്റഡീസിലെ ഏതൊരു കോഴ്സ് എടുത്ത് അതിൻ്റെ ഡിഗ്രിയും PG യും PhD യും റിസർച്ച് മേഖലയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളതല്ല, അതിന് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൻ്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഉപകരിക്കുന്നത്.